ഹായ് ഓൾ, വെൽക്കം ടു മെൻറ്റേഴ്സ് കൊമേഴ്സ് അക്കാദമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത ബിസിനസ് സ്റ്റഡീസിൽ റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാനേജ്മെൻറ്റിൻ്റെ തലങ്ങൾ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വരച്ചെഴുതാനൊക്കെ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന ഈ ഡയഗ്രാം വരച്ചെഴുതണം. ഉന്നതതല മാനേജ്മെൻറ്റ്, മധ്യതല മാനേജ്മെൻറ്റ്, കീഴ്തല മാനേജ്മെൻറ്റ്, അങ്ങനെ 3 തലങ്ങളാണ് നമ്മുടെ മാനേജ്മെൻറ്റിനുള്ളത്. അപ്പോൾ ഉന്നതതലം എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ്, ഓർഗനൈസേഷൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന അധികാരമുള്ള ആൾക്കാരാണ് വരിക. CEO ഒക്കെയാണ് അതിന് എക്സാമ്പിൾ വരിക. പിന്നെ മാനേജിങ് ഡയറക്ടർ അങ്ങനെയുള്ളവർ. മധ്യതല മാനേജ്മെൻറ്റിൽ വരിക വകുപ്പ് മാനേജേഴ്സ്, അപ്പോൾ പ്രൊഡക്ഷൻ മാനേജേഴ്സ്, സെയിൽസ് മാനേജേഴ്സ്, ഫിനാൻസ് മാനേജർ, പർച്ചേസ് മാനേജർ, HR മാനേജർ, അങ്ങനെ വകുപ്പ് തല ഹെഡുകളാണ് ഇതിൽ വരിക. മധ്യതല മാനേജ്മെൻറ്റിൽ വരിക. കീഴ്തല മാനേജ്മെൻറ്റിൽ ആരാ വരിക? സൂപ്പർവൈസർ, ഏറ്റവും താഴെ ലെവലിലുള്ള വർക്കേഴ്സ്. സൂപ്പർവൈസർ, ഫോർമാൻ, സൂപ്രണ്ട്, ഓവർസിയർ, സെക്ഷൻ ഓഫീസർ. ഇതൊരു മാച്ച് ദ ഫോളോയിങ്ങും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ വരച്ചെഴുതാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ നോക്കാം, മാനേജ്മെൻറ്റ് തലങ്ങൾ ഈ 3 ഇതിന് ഉള്ളത്. മാനേജ്മെൻറ്റ് തലത്തിനുള്ള തലങ്ങളായിട്ട് പറയുന്നത് ഉന്നത തല മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള മാനേജർമാരാണ് ഇതിൽ വരിക. അംഗങ്ങൾ ആരാന്നൊക്കെ 2-3 പഠിച്ചു വയ്ക്കുക. മാച്ച് ദ ഫോളോയിങ്ങിനും സാധ്യതയുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ ബോക്സിൽ കാണാം. ചെയർമാൻ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മാനേജിംഗ് ഡയറക്ടർ, CEO, അങ്ങനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അവരൊക്കെയാണ് വരിക. അതിൽ വരുന്നത് ടോപ്പിൽ വരുന്ന ആൾക്കാരെ അവരുടെ മുഖ്യ കർത്തവ്യങ്ങൾ എന്താണെന്നും കൂടെ പഠിച്ചു വയ്ക്കുക. സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളും നയങ്ങളും രൂപീകരിക്കുക. അവർ പ്രൊഡക്ഷനൊന്നും ഇറങ്ങിച്ചില്ല, അവർക്ക് പ്ലാനിങ് ആണുള്ളത്. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, നയങ്ങൾ എന്താണ്, അതൊക്കെ രൂപീകരിക്കുക. സ്ഥാപനത്തിന്റെ സംഘടനാ ചട്ടക്കൂട് രൂപപ്പെടുത്തുക. മറ്റു മാനേജർമാരെ നിയമിക്കുക. അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക. പല ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക. പുറം ലോകവുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. ഇവരിത്രയാണ് ചെയ്യുന്നത്. അവർ ടോപ്പിലുള്ളവരാണ്. അവർ ഒരു വർക്കുകൾ പ്രൊഡക്ഷനിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലുന്നില്ല. അവർ മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ, പ്ലാനിങ്, അതിൻ്റെ ഏകോപനം, ലക്ഷ്യങ്ങൾ തീരുമാനിക്കുക, മാനേജർമാരെ നിയമിക്കുക, അതൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഈ മധ്യതല മാനേജേഴ്സ് ആണ് പറയുന്നത്. അത് ഡിപ്പാർട്ട്മെന്റ് തലവന്മാരാണ് അതിൽ വരുന്നത് എന്ന് പറഞ്ഞു. ഉന്നതതലത്തിന്റെയും താഴെ തലത്തിന്റെയും മാനേജ്മെന്റുകളെ ബന്ധിപ്പിക്കുന്ന കണ്ണി. കാരണം എന്താ, നടുക്കിലാണ് അവർ വരുന്നത്, മധ്യതലം. അപ്പോൾ ഉന്നതതല മാനേജ്മെന്റിനും കീഴ്തല മാനേജ്മെന്റിനും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ആര്? മധ്യതല മാനേജ്മെന്റ്. അതിൽ അംഗങ്ങൾ പറഞ്ഞത് തന്നെയാണ്. പർച്ചേസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, HR മാനേജർ. അങ്ങനെ അവരുടെ മുഖ്യ കർത്തവ്യങ്ങൾ എന്താ? ഉന്നതതല മാനേജ്മെന്റ് തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുക. ഉന്നതതല മാനേജ്മെന്റ് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും, അത് ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും, അത് നടപ്പിലാക്കുക. താഴെത്തട്ടിലെ മാനേജർമാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇവർക്ക് തൊട്ട് താഴെ കീഴ്തല മാനേജേഴ്സ് ഇല്ലേ, അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഇവരുടെ ഡ്യൂട്ടി. ഇവരുടെ ഡ്യൂട്ടി പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻസ് ചെയ്യുക. പിന്നെ പറയുന്നു, ബോക്സിൽ കാണാം, ജീവനക്കാരെ തിരഞ്ഞെടുക്കുകയും പരിശീലനം നൽകുകയും ചെയ്യുക. ജീവനക്കാരനെ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക, അത് ചെയ്യുക. ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുക. മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. കീഴ്തല മാനേജ്മെന്റ് ഏറ്റവും താഴെ വരുന്നതാണ്. തൊഴിലാളികളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള മാനേജ്മെന്റ് ഘടനയിലെ ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ് സൂപ്പർവൈസേഴ്സ്. അതിൽ വരുന്ന അംഗങ്ങളാണ് സൂപ്പർവൈസർ, ഫോർമാൻ, സൂപ്രണ്ട്, ഓവർസിയർ, സെക്ഷൻ ഓഫീസർ. ഇവരുടെ ജോലി എന്താ? തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. സൂപ്പർവൈസറൊക്കെ എന്നെ ഒന്ന് ഓർക്കുക. ദൈനംദിന ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക. പ്രവർത്തന റിപ്പോർട്ടുകൾ മേലധികാരികൾക്ക് നൽകുക. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മധ്യതല മാനേജ്മെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുക. തൊഴിലാളികളായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഉള്ളവരാണ് ആര്? കീഴ്തല മാനേജേഴ്സ്. അപ്പോൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മധ്യതല മാനേജേഴ്സിനോട് പറഞ്ഞു കൊടുക്കുക. പാഴ്ചെലവുകളൊക്കെ ഒഴിവാക്കുക. ഉൽപാദനത്തിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിലെ 3 തല മാനേജ്മെന്റ്. അതാണ് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.